കർണാടകയിൽ ഇന്നും മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ വിട്ടൊഴിയുന്നില്ല. ഇതോടുകൂടി കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ വലിയ സമ്മർദ്ദത്തിലാവുകയാണ്. ഡി.കെ. ശിവകുമാർ മുഖ്യമന്ത്രിയാകുമോ എന്ന തരത്തിൽ ചോദ്യങ്ങൾ ഉയർന്നു വരുമ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ആകട്ടെ അദ്ദേഹത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ നൽകാൻ. അത് പാർട്ടി ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത് എന്നതാണ്. ഇതോടുകൂടി ഇപ്പോൾ ട്രോൾ മഴയുമായി BJP രംഗത്ത് വരികയാണ്. കോൺഗ്രസ് അധ്യക്ഷനല്ല എങ്കിൽ പിന്നെ ആരാണ് ഹൈക്കമാൻഡ് എന്നതായിരുന്നു ട്രോളിൽ പ്രചരിച്ചത്. ഡി.കെ. ശിവകുമാറിനെ കർണാടക മുഖ്യമന്ത്രിയായി ഉൾക്കൊണ്ടു എന്നതിനെക്കുറിച്ച് ഖാർഗെയുടെ ഒരു മറുപടി ഇങ്ങനെയാണ്: ഹൈക്കമാൻഡിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും പറയാൻ കഴിയില്ല എന്നതാണ്. അത് ഹൈക്കമാൻഡിനോട് വിടുന്നുവെന്നും തുടർ നടപടി സ്വീകരിക്കാൻ അവർക്ക് അവകാശമുണ്ട് എന്നും, പക്ഷേ ആരും അനാവശ്യമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കരുത് എന്നും, സംസ്ഥാനത്തെ പാർട്ടി യൂണിറ്റിലെ വിഭാഗീയതയും ഉൾപ്പോരും സംബന്ധിച്ച അഭ്യൂഹങ്ങൾ ശക്തി പ്രാപിച്ചതോടെയാണ് ഖാർഗെ ഇത്തരത്തിലൊരു കാര്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരിക്കുന്നതും. 82 വയസ്സുള്ള കോൺഗ്രസ് പ്രസിഡന്റ് തന്നെ ഹൈക്കമാൻഡിലെ അംഗമല്ല എന്ന സൂചനയാണ് ഈ ഒരു പരാമർശത്തിലൂടെ ജനങ്ങൾക്ക് മുന്നിലേക്കും നൽകുന്നത് അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്നത്. BJP ആകട്ടെ എന്നാൽ ഖാർഗെക്ക് ഇതിനുള്ള പങ്ക് എന്താണ് ഉള്ളത് വ്യക്തമാക്കണമെന്നതാണ് പറയുന്നത്. BJP MP ആയ തേജസ്വി സൂര്യ വ്യക്തമായ ചോദ്യങ്ങളാണ് അദ്ദേഹത്തിന്റെ എക്സ്പോസ്റ്റിലൂടെ ചോദിച്ചത്. ഇത് കാണാത്ത അല്ലെങ്കിൽ കേൾക്കാത്ത ഹൈക്കമാൻഡ് ആരാണ്? ഖാർഗെയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പ്രസിഡന്റ് ഇല്ലെങ്കിൽ പിന്നെ ആരാണ് ഈ ഹൈക്കമാൻഡ് ആരാണ് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. എക്സിലെ പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഇങ്ങനെയാണ് വ്യക്തമാക്കുന്നത്: കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു പ്രേതം പോലെയാണ്. അത് കാണാത്തതും കേൾക്കാത്തതും എന്നാൽ എപ്പോഴും അനുഭവപ്പെടുന്നതുമാണ്. ഹൈക്കമാൻഡ് എന്ന ആളുകൾ കരുതിയിരുന്ന കോൺഗ്രസ് പ്രസിഡന്റ് പോലും അതിന്റെ പേര് മന്ത്രിക്കുകയും അത് താനല്ല എന്ന് പറയുകയും ചെയ്യുന്നു. ഇതെത്ര വിചിത്രമാണ്! കർണാടക നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് കൂടിയായ BJPയുടെ അശോകയാകട്ടെ ഖാർഗെയെ മറ്റൊരു രീതിയിൽ പരിഹസിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നത്. അദ്ദേഹം പറയുന്നത് ആകസ്മികമായ നേതാവ് എന്നതാണ്. ഇപ്പോൾ ആക്സിഡന്റൽ AICC പ്രസിഡന്റ് ശ്രീ മല്ലികാർജുൻ ഖാർഗെയാണ് ഹൈക്കമാൻഡ് എന്നാണ് ചിന്തിക്കുന്നതെന്നും തനിക്ക് അറിയില്ല ഇവിടെ എന്താണ് അഭിമാനത്തോടെ ഇത് സമ്മതിക്കാൻ പറ്റാത്തതെന്നും അദ്ദേഹം എക്സിലൂടെ വ്യക്തമാക്കുന്നു. മാത്രമല്ല, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സിദ്ധരാമയ്യയോ ശിവകുമാറിനെയോ പിന്തുണച്ചുകൊണ്ട് പാർട്ടി നേതാക്കൾ രംഗത്തെത്തിയത് മുതൽ തന്നെ ഹൈക്കമാൻഡാണ് കോൺഗ്രസിന്റെ പ്രധാന പാർട്ടി ലൈൻ. അതുപോലെ ഫെബ്രുവരിയിൽ നേതൃമാറ്റത്തെക്കുറിച്ച് ചർച്ചകളെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സമാനമായ ഒരു കാര്യം പറഞ്ഞു: അത് തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണ്. ഏപ്രിലും ശിവകുമാറിന്റെ വിശ്വാസനായ കർണാടക കോൺഗ്രസ് MLA ബാസവരാജ ശിവഗംഗ ഡിസംബറോടെ സിദ്ധരാമയ്യയെ പുറത്താക്കണമെന്ന് പരസ്യമായി തന്നെ ആവശ്യപ്പെട്ടിരുന്നു. പൊതുജനങ്ങളുടെ എതിർപ്പിനെതിരെ പാർട്ടി ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം ഉണ്ടായിരുന്നിട്ട് പോലും സംസ്ഥാന കോൺഗ്രസ് യൂണിറ്റുകളിൽ തുടരുന്ന വിഭാഗീയതയെ ഈ ആവശ്യം ഉയർത്തിക്കാട്ടുന്നുണ്ട്. ഇപ്പോൾ കർണാടകയിലെ കോൺഗ്രസ് നേതാവായ രൺദീപ് സുർജേവാല ബംഗളൂരുവിൽ 100ഓളം MLA-മാരുമായി സ്വകാര്യ സംഭാഷണം നടത്തുന്നുണ്ട്. ഇത് നാശനഷ്ട നിയന്ത്രണ നടപടിയാണ് എന്നതാണ് വൃത്തങ്ങൾ പറയുന്നതും. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഈ ഒരു കർണാടക മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള കടിപിടികൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.